ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ഗോമതി വിളിച്ച് ശ്രീദേവിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. ആ സമയത്ത് ആനന്ദ് സുകന്യയുടെ അടുത്തേക്ക് എന്നു. സുകന്യയോട് പറഞ്ഞു, അതെ ഇപ്പൊ ചേച്ചിയെ വിളിച്ചെന്ന് പറയണ. ഇത് കേട്ടപ്പോ സുകന്യ ഇങ്ങനെ നോക്കി. പിന്നെ ദേവമംഗലത്ത് ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ സുകന്യ ചോദിച്ചു, വിശേഷമോ? എന്ത് വിശേഷം? അതെ, ദേവി ഗർഭിണിയാന്ന് പറയണ. ഗർഭിണിയോ? അതെ, അവള് ഗർഭിണിയാന്ന് പറയണ. സന്തോഷം. വീട്ടിൽ ആദ്യമായിട്ട് ദേവമംഗലത്ത് ഒരു കുഞ്ഞിക്കാല് കാണാൻ പോവുക. ധർമ്മന്റെ ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോ സുകന്യ എങ്ങനെയോ നോക്കി. പിന്നീട് സുകന്യ പറഞ്ഞു, അതിനകത്ത് ഇപ്പൊ ഇത്രമാത്രം സന്തോഷിക്കാൻ എന്തായിരിക്കുന്നേ? കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭിണിയാകൂലേ? അതൊക്കെ സർവ്വസാധാരണമല്ലേന്ന് ചോദിക്കുക. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, അതെ നമുക്ക് എന്നാ ഇങ്ങനെ ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റണേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ സുകന്യ രൂക്ഷമായിട്ട് നോക്കി ധർമ്മനെ. എന്നിട്ട് പറഞ്ഞു, നിന്ന് ചിടുങ്ങാതെ മര്യാദ കൊണ്ട് കയറാൻ നോക്ക് എന്ന് പറഞ്ഞോട് ദേഷ്യപ്പെട്ടു. പിന്നെ ധർമ്മൻ ഒന്നും മിണ്ടിയില്ല. കാരണം ധർമ്മന് പിന്നെ അതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരു പേടിയായിരുന്നു. ഇനിയിപ്പം ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അടുത്ത വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. സുകന്യ പറയുന്ന ഹോട്ടലിലേക്ക് പോയില്ലെങ്കിൽ മിക്കവാറും ഇതോടുകൂടി ഈ യാത്ര തന്നെ അവസാനിക്കും. അതുകൊണ്ട് പിന്നെ ധർമ്മം കൂടുതലൊന്നും പറയാനും പോയില്ല. അതിനുശേഷം സുകന്യ തന്നെ നല്ല റേറ്റിംഗ് ഒക്കെ നോക്കി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്ക് പോകാന്ന് പറഞ്ഞു. അവിടുത്തെ റേറ്റും കാര്യങ്ങളും നല്ല കൂടുതൽ തന്നെയായിരുന്നു. ധർമ്മൻ ഓർത്തോണ്ടിരുന്ന ഏതെങ്കിലും ചെറിയൊരു ലോഡ്ജിൽ ഏതെങ്കിലും ചെറിയൊരു സ്ഥലത്ത് പോയി സ്റ്റേ ചെയ്യാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന. പക്ഷേങ്കിൽ സുകന്യ അങ്ങനെയൊന്നും പോയി സ്റ്റേ ചെയ്യാൻ സമ്മതമല്ലായിരുന്നു. ധർമ്മം പെട്ടുപോയ അവസ്ഥ. ഇങ്ങനെ പോയിട്ടാണെങ്കിൽ അളിയൻ തന്ന പൈസ ഇപ്പൊ തന്നെ തീരും. ഇനിയും പിന്നീട് അളിയനോട് വീണ്ടും പൈസയൊക്കെ ചോദിക്കേണ്ടി വരും. ആ ഒരു ടെൻഷൻ ധർമ്മനുണ്ടായിരുന്നു. തന്റെ കൊക്കിൽ ഒതുങ്ങില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ആദ്യത്തെ കുറച്ച് നാളുകളായതുകൊണ്ട് എതിർത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവളുടെ സ്വഭാവം എന്താ ഏതാന്ന് പോലും അറിയത്തില്ല. മനസ്സിലാക്കി വരുന്നുള്ളൂ. ഇനിയിപ്പം കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ തീരുന്നതിന് മുമ്പ് തന്നെ പിണങ്ങി പിരിഞ്ഞ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ചേട്ടനും എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രം ധർമ്മം പിന്നെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാണ്. ആ സമയത്ത് ബാലിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇനിയിപ്പം ദേവിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ദേവി ഗർഭിണിയും കൂടെയാണ്. താനൊരു മുത്തശ്ശനാകാൻ പോകുക. ഈ സമയത്ത് സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിന് വീണ്ടും പല പ്രശ്നങ്ങൾക്ക് കാരണമാവും. ആരോടും പറയാനും പറ്റില്ല. ആ ചതികളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. കൃത്യസമയത്ത് തന്നെയാ ശ്രീദേവി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞേ. അങ്ങനെ ബാലിനെ ആലോചിച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കുമ്പോഴത്തേനും ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ഗോമതി വന്നിട്ട് പറഞ്ഞു, അതെ ഞാനിപ്പോ ധർമ്മനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് സുകന്യം തേക്കടിയിലൊക്കെ എത്തിയെന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞു. അവനെ വിളിച്ചാൽ ഈ സന്തോഷ വാർത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ബാലന്റെ മുഖത്തൊരു സന്തോഷമൊന്നും കണ്ടില്ല. അല്ല ബാലേട്ടാ, ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ബാലേണ്ണ ഒരു മുത്തശ്ശനാകാൻ പോവാന്നൊക്കെ അറിഞ്ഞിട്ട് ബാലേണ്ണ അതിൻ്റെതായ സന്തോഷമൊന്നും കാണുന്നില്ലോ. അത് മാത്രല്ല, ആ ഉദയഭാനു സാറ് വന്നു കഴിഞ്ഞപ്പം ബാലേണ്ണ സംസാരവും പെരുമാറ്റവും ഒക്കെ വേറൊരു രീതിയിലാണ്. ഇതിനു മുമ്പ് ഞാൻ കണ്ട ബാലേണ്ണ ആയിരുന്നില്ല ഇന്ന്. എന്താ ബാലേട്ടാ, ഉദയഭാനു സാറുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് കേട്ടപ്പോൾ ബാലിന്റെ മനസ്സിലേക്ക് 100 ചിന്തകൾ വരുവാണ്. എങ്ങനെ പറയും ഗോമതിയോട്? പറഞ്ഞിട്ടുണ്ടെങ്കിലോ അത് അതിനേക്കാളും വലിയ പ്രശ്നം. പറയാതിരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥ. ബാലൻ പറഞ്ഞു, എന്ത് പ്രശ്നം? പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് ഉദയഭാനു സാറുമായിട്ട്. ഇന്ന് തന്നെ ബാലൻ എന്തു വർത്താനാ പറഞ്ഞേ? ആനന്ദിന്റെ പേരിലേക്ക് ആ 100 ഏക്കറൊക്കെ എഴുതി വെക്കാനായിട്ട്. ബാലൻ ഇങ്ങനൊന്നും ആയിരുന്നല്ലോ. പിന്നെ ഇതെന്താ ഇങ്ങനെയൊക്കെ? അത് പിന്നെ അവരങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞ ഗോമതി എന്ന് പറഞ്ഞു. അതൊന്നും അല്ല, ബാലേന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. ഈയിടെയായിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സമയം ബാലൻ പറഞ്ഞു, അല്ല ഞാൻ ധർമ്മന്റെ കല്യാണത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓ അതാണോ ആലോചിച്ചുകൊണ്ടിരുന്നത്? കല്യാണം കഴിഞ്ഞു, അവര് ഹണിമൂണിനും പോയി. ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ടല്ലോ. ബാലേട്ടൻ കയറി വാ. സന്തോഷമുള്ളൊരു കാര്യമല്ല കുടുംബത്തെ നടന്നിരിക്കുന്നേ. ആനന്ദിനോട് പറയണം പോയി ദേവിമോളെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. എനിക്ക് ദേവിമോളെ കാണാൻ കൊതിയായി. സത്യത്തിൽ നമുക്ക് എന്ന് കൂട്ടിക്കൊണ്ട് വരായിരുന്നു. പിന്നെ ആനന്ദ് പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അവര് പറഞ്ഞുകൊണ്ട് മാത്ര എന്നൊക്കെ ഗോമതി പറഞ്ഞു. ശരി, നീ അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറയണ. പിന്നീട് ബാലന് ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ബാലന്റെ മനസ്സിലേക്ക് ഉദയഭാനുന്റെ മുഖം വരുവാണ്. അന്ന് അയാളെ താൻ ആ ചായക്കടയെ വെച്ച് കണ്ട ചായക്കടക്കാരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര വലിയ ചതീന അയാള്. എന്നിട്ട് വീണ്ടും ഇന്ന് വന്ന് അഭിനയിച്ചിരിക്കുന്നു. നല്ല അഭിനയം തന്നെയാ തന്റെയൊക്കെ മുന്നിൽ കാഴ്ച വെച്ചിരിക്കുന്നത്. അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണം എന്നൊരു ചിന്തയായിരുന്നു. ഇതേസമയം ഉദയഭാനു ശ്രീകലയും കൂടെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോണ സമയത്ത് ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, അല്ല ശ്രീകലെ, എനിക്ക് നല്ലൊരു സംശയമുണ്ട്. ബാലൻ ഇനിയിപ്പം നമ്മളെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു കാണോ? അതെന്താ ഉദയേട്ടെ അങ്ങനെ പറഞ്ഞേ? അല്ല, ബാലിന്റെ സംസാരമൊക്കെ കേട്ടോ. ബെൻസ് കാറ് വിളിച്ചു തരാന്നൊക്കെ.
അതിനകത്ത് എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നി. ഓ, ആ സമയത്ത് എങ്ങാനും ബാലിന് ടാക്സിക്കാരെ വിളിക്കാൻ തോന്നിയാലും നമ്മൾ പെട്ടുപോയനും. ഇവിടെ വരും പൈസ കൊടുക്കണ്ടേ? പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എങ്ങാനും ബാലിനോട് അവർ ചോദിച്ചിട്ടുണ്ടെ തീർന്നേനം കാര്യം. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, നിങ്ങൾ എന്ത് വിട്ടുതഴൊക്കെയാ പറഞ്ഞേ? 100 ഏക്കർ കൂർഗി കിടക്കുന്നു. ആ സമയത്ത് ഞാൻ ബുദ്ധി പ്രയോഗിച്ചില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. നാണം കെട്ട അവിടെ നിൽക്കട്ടെ. എന്റെ ശ്രീകലെ എന്തേലുമൊക്കെ പറയണ്ടേന്ന് കരുതിയാ. വലിയ പണക്കാരാന്നും പറഞ്ഞിട്ട് ചുമ്മാ അവിടെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമല്ലോ എന്ന് കരുതിയിട്ടാ. ദേ, ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം. ഇതൊക്കെ എങ്ങാനും ദേവിമോൾ അറിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അങ്ങനെ അതും പറഞ്ഞിട്ട് അവരങ്ങോട്ട് കയറി വരുമ്പോൾ ശ്രീദേവി ഉണ്ടായിരുന്നു. ശ്രീദേവി നോക്കിയിരിക്കുക. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, ഇപ്പൊ രണ്ടുപേർക്ക് സമാധാനമായല്ലോ അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഉദയഭാനു ചോദിച്ചു, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ? ആനന്ദേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അവിടുത്തെ പ്രകടനത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട്. നാണമുണ്ടോ? ഞാൻ എത്ര വട്ടം പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന്. അത് കേട്ടപ്പോൾ ശ്രീകല പറഞ്ഞു, അവൻ ഇങ്ങോട്ടേക്ക് നിന്നെ വിളിക്കാൻ വരും. പിന്നെ വരും, നോക്കിയിരുന്നാ മതി. കള്ളത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനന്ദേട്ടൻ വന്ന് എന്നെ കുട്ടിക്കൊണ്ട് പോകുന്നു തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ വെറും തോന്നൽ മാത്രമാ. ഇനിയെങ്കിലും നിങ്ങൾക്ക് നിർത്താറായില്ലേ? ഞാൻ എത്ര വട്ടം പറഞ്ഞു. ഞാനിങ്ങനെ നാണം കിട്ട് പാതാളത്തോളം താണുകൊണ്ടിരിക്കുക. എന്നിട്ടും എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രം ഒരു മാറ്റമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അങ്ങോട്ടേക്ക് പോകുമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ ചതികളൊക്കെ ഞാൻ തന്നെ ഇന്ന് അവിടെ ചെന്ന് പറയും. ഇനി അതിനൊന്നും അധികം ആയുസ് ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ശ്രീകല പറഞ്ഞു, മോളെ നീ എന്തൊക്കെയാ പറയണേ? നിന്റെ നന്മയെ കരുതിയിട്ടല്ലേ, നിന്റെ ജീവിതത്തെ കരുതിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ. അല്ലാതെ നിന്റെ ജീവൻ നശിച്ചു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവരെ ചതിക്കണമെന്ന് ഞങ്ങൾക്കും ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യമായി പോയി മോളെ. പൈസ ഇല്ലാത്തൊരു അച്ഛൻ്റെ അമ്മയുടെ വിഷമം അത്. പൈസ ഇല്ല പോലും, ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ നിൽക്കണമായിരുന്നു. കാര്യങ്ങളൊക്കെ തുറന്നു പറയണമായിരുന്നു. സത്യസന്ധമായിട്ട് മുന്നോട്ട് നീങ്ങണമായിരുന്നു. അതാണെങ്കിൽ എല്ലാ കാലത്തും തല ഉയർത്തി നിൽക്കായിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്തത് എന്താ? അതും പറഞ്ഞിട്ട് ശ്രീദേവി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. അപ്പോഴേക്കും ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, ശ്രീകലേ, നമ്മൾ ഇവളുടെ ഈ പറച്ചിലൊന്നും കേട്ട് അത്ര അങ്ങോട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളെ എത്രയും പെട്ടെന്ന് ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുക. ഇപ്പൊ അതിനേക്കാളും വലിയൊരു പ്രശ്നം തലയ്ക്ക് നട്ടപ്പുറം വന്നിരിക്കുമല്ലേ. എന്താ? അത് പിന്നെ ബാലിന് പൈസ കൊടുക്കണ്ടേ? 25 ലക്ഷം രൂപ കൊടുക്കണം. അത് അടുത്ത ആഴ്ച. അത് എവിടുന്ന് എടുത്ത് ഞാൻ കൊടുക്കൂന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല പറഞ്ഞു, നിങ്ങളല്ലേ വേണ്ടാത്ത പരിപാടികളൊക്കെ ചെയ്തേ. നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? പൊങ്ങച്ച വർത്താനം പറയാൻ പോയിട്ടല്ലേ. പൊങ്ങച്ച പറയുമ്പോൾ ഓർക്കണമെന്ന് പറഞ്ഞു. ഇതേ ശ്രീകലെ, ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? എടി 25 ലക്ഷം. നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്തേലും തന്ത്രങ്ങൾ മെനയാ, അല്ലാതെ രക്ഷയില്ല. ബാലിനെങ്ങാനും ആ ഗോമതി സ്റ്റോഴ്സ് പൊളിച്ചിട്ടാണെങ്കിൽ പറയുന്നെങ്കിൽ തീർന്നെന്ന് കൂട്ടിയാൽ മതി. അയാളെ വല്ല കേസും കൂടെ കൊണ്ടേ കൊടുക്കുമെന്ന് പറഞ്ഞു. ഉദയഭാനു പറഞ്ഞു, ഇനിയിപ്പോൾ അതുണ്ടാവാതെ നോക്കണം. അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ശ്രീദേവി കേട്ടിത്. ശ്രീദേവി പറഞ്ഞു, അപ്പം നിങ്ങൾ വീണ്ടും ഇത് തന്നെ പരിപാടിയല്ലേ? അപ്പം നിങ്ങൾ വീണ്ടും ഇതുപോലത്തെ ഓരോ പരിപാടികളിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ നിങ്ങൾ ഇനി ജീവനോടെ കാണത്തില്ല. ഞാൻ ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഈ മാതിരി തന്ത്രങ്ങളൊക്കെ നിർത്തിയേക്ക്. ഇച്ചിരി താണ് നിന്നോർത്തോണ്ട് എന്റെ തലയിൽ കയറി നിരങ്ങരുത്. വായി വന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ട് കയറിപ്പോയി. ഉദയഭാനു പറഞ്ഞു, ഇവളെന്താ നമ്മൾ പറയുന്നൊക്കെ കേൾക്കാൻ വേണ്ടി ഒളിഞ്ഞു നിൽക്കുവാണോന്ന് ചോദിക്കണം. ശ്രീകല പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ മോളല്ലേ, അവൾക്ക് നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ അറിയാലോ എന്നൊക്കെ പറഞ്ഞു. അതേസമയം ഹണ്ട് വല്ലാത്ത ടെൻഷനിലാണ്. ശ്രീദേവിയെ പോയി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഗോമതിയൊക്കെ പറഞ്ഞിരിക്കുക. എങ്ങനെ അവളെ പോയി കൂട്ടിക്കൊണ്ടുവരും? അവൾ പ്രഗ്നന്റ് ആന്നാ പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ അവളുടെ പ്രഗ്നന്റ് ആന്നുള്ള ആ ഒരു കള്ളഗർഭം പൊളിച്ചടുക്കിയിട്ട് തന്നെ കാര്യം. അവളെ പോയി നേരെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് വേണം. അവിടെ ചെന്ന് ചെക്കപ്പ് നടത്തണം. എന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. കൈയോടുകൂടി അവളുടെ ചതിയും കള്ളത്തരങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കണം എന്നൊരു തീരുമാനത്തിലൊക്കെ ആനന്ദ് എത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.